കാടിന്റെ സ്നേഹം, ദ ലവ് ഓഫ് ദ ഫോറസ്റ്റ്. പച്ചപ്പ് നിറഞ്ഞ ഒരു കൊച്ചു ഗ്രാമത്തിൽ ആരുണ്യ എന്ന കൊച്ചുമോളും അവളുടെ മുത്തച്ഛൻ മാധവനും താമസിച്ചിരുന്നു. അവരുടെ വീടിനടുത്ത് ഒരു വലിയ കാടുണ്ടായിരുന്നു. അതെല്ലാ ദിവസവും അവർക്ക് ശുദ്ധവായുവും തെളിഞ്ഞ വെള്ളവും നൽകി. കാട് അവരുടെ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു. എല്ലാ വൈകുന്നേരങ്ങളിലും മാധവൻ മുത്തച്ഛൻ ആരുണ്യയ്ക്ക് കാടിന്റെ കഥകൾ പറഞ്ഞുകൊടുക്കും. കാട് നമ്മളെ സംരക്ഷിക്കുന്നു മോളെ, അദ്ദേഹം പറയും. നമ്മൾ കാടിനെ സ്നേഹിച്ചാൽ കാട് നമ്മളെയും സ്നേഹിക്കും. വർഷങ്ങൾ കടന്നുപോയി. ഗ്രാമം വലുതായി. ആളുകൾക്ക് കൂടുതൽ ആവശ്യങ്ങൾ വന്നു. അവർ കാട്ടിൽ നിന്ന് കൂടുതൽ മരങ്ങൾ മുറിച്ചു. പുഴയിലേക്ക് മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞു. മാധവൻ മുത്തച്ഛന്റെ വാക്കുകൾ പലരും മറന്നു തുടങ്ങി. പതിയെ കാടിന് മാറ്റങ്ങൾ വന്നു തുടങ്ങി. മരങ്ങൾക്ക് ഇലകൾ കുറഞ്ഞു. പുഴയിലെ വെള്ളം കലങ്ങി. കാടിന്റെ പച്ചപ്പ് മങ്ങി. ഗ്രാമത്തിലും അതിന്റെ മാറ്റങ്ങൾ അനുഭവപ്പെട്ടു. ഒരു ദിവസം രാവിലെ ഗ്രാമത്തിലെ കിണറ്റിൽ വെള്ളം വറ്റി. കാട്ടിലെ അരുവിയിൽ നിന്നായിരുന്നു കിണറ്റിലേക്ക് വെള്ളം വന്നിരുന്നത്. ഗ്രാമത്തിൽ പരിഭ്രാന്തി പരന്നു. നമ്മുടെ വെള്ളത്തിനെന്തുപറ്റി? ആളുകൾ ചോദിച്ചു. കാടിന് അസുഖം വന്നതാണ്, മാധവൻ ആരുണ്യോട് പറഞ്ഞു. കാട് നമ്മുടെ ജീവനാണ്. നമ്മൾ കാടിനെ വേദനിപ്പിച്ചാൽ അത് നമ്മളെയും വേദനിപ്പിക്കും. നമുക്ക് കാടിനെ സുഖപ്പെടുത്തണം. മുത്തച്ഛന്റെ വാക്കുകൾ കേട്ട് ആരുണ്യ മറ്റു കുട്ടികളെ വിളിച്ചുകൂട്ടി. അവർ ഒരുമിച്ച് പുഴയിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യാനും പുതിയ മരത്തൈകൾ നടാനും തുടങ്ങി. ആദ്യം ചില മുതിർന്നവർ അവരെ കളിയാക്കി. പക്ഷേ കുട്ടികളുടെ ആത്മാർത്ഥത കണ്ടപ്പോൾ അവരും കൂടെ ചേർന്നു. കാടിന്റെ പ്രാധാന്യം അവർക്ക് മനസ്സിലായി. പതിയെ അത്ഭുതകരമായി കാട് വീണ്ടും ജീവൻ വെച്ചു. പുഴ തെളിഞ്ഞു. മരങ്ങളിൽ പുതിയ ഇലകൾ വന്നു. കാടിന്റെ പച്ചപ്പ് തിരികെ വന്നു. ഗ്രാമത്തിലെ കിണറ്റിൽ വീണ്ടും വെള്ളം നിറഞ്ഞു. പ്രകൃതി ഒരു അമൂല്യ സമ്മാനമാണെന്നും അത് നമ്മളെ സംരക്ഷിക്കുകയും പോറ്റുകയും ചെയ്യുന്ന അമ്മയാണെന്നും ഗ്രാമീണർക്ക് മനസ്സിലായി. പ്രകൃതിയെ സംരക്ഷിക്കുന്നതിലൂടെ അവർ തങ്ങളെ തന്നെയാണ് സംരക്ഷിക്കുന്നത്. Subscribe for more. Thank you.